അയ്യോ മാധവേട്ട, എന്തു പറ്റി മാധവേട്ട? അല്ലാതെ ചുമക്കുന്നുണ്ടല്ലോ. ഒരു ചുമ, കാര്യമാക്കാനൊന്നുമില്ല. രാത്രിയിൽ അല്പം പോലും ഉറങ്ങിയിട്ടില്ല അല്ലേ? നൈറ്റ് ഡ്യൂട്ടിക്കിടയിൽ ഉറങ്ങാൻ ഇത് സർക്കാർ ഉദ്യോഗമൊന്നും അല്ലല്ലോ ചന്ദ്രു. അയ്യോ, ലേശം ചുക്ക് കാപ്പി കുടിച്ചാൽ ചുമയ്ക്ക് ഭേദം ഉണ്ടാവും. ഞാൻ കാപ്പി ഇട്ടോണ്ട് വരാം. രാത്രി തണുപ്പേൽക്കുന്നതുകൊണ്ടായിരിക്കും ഈ ചുമ. ചുമയ്ക്കുമ്പോൾ വായിലൊരു രക്തത്തിന്റെ ചുവയുണ്ടാവുന്നുണ്ട്. ചന്ദ്രിക ഒന്നും അറിയിക്കണ്ട, പാവം അവളെ വല്ലാതെ ആദ്യം പിടിച്ച് തകർന്നു പോകും. പ്രകാശന് ഉണർന്നിട്ടുണ്ടാവില്ല. ഭാഗ്യം. അവൻ വന്ന ചുമയ്ക്കും വിലക്ക് ഏർപ്പെടുത്തും. മാധവേട്ടാ, കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട്. രാത്രിയിലെ മഞ്ഞും തണുപ്പും ഒക്കെ കൊണ്ടതുകൊണ്ടുണ്ടായതാ ഈ ചുമ. മാധവേട്ട, എല്ലാം കൂടി 960 രൂപയുണ്ട്. ഇത് മാധവേട്ടൻ വെച്ചോ. ഓട്ടോ ഓടിക്കൊണ്ടുവന്ന പൈസന്ന് കുടിക്കലിട്ട് വെച്ചിരുന്നതാ. ഓട്ടോയുടെ ഇൻഷുറൻസ് അടയ്ക്കാൻ ഇനി അത് വേണ്ടല്ലോ. ഇത് മാധവേട്ടൻ വെച്ചോ. വാങ്ങും മാധവേട്ട. ഇതെന്തിനാ ചന്ദ്രു? ഈ പണം കൊടുത്ത് ഒരു മഫ്ലർ വാങ്ങി ഉപയോഗിക്കേ. അപ്പൊ വലിയ തണുപ്പടിക്കില്ല, ചുമയും മാറും. നീ മിച്ചം പിടിച്ച് സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന പണമല്ല ചന്ദ്രു ഇത്. ഇത് നിന്റെ എന്തെങ്കിലും ആവശ്യത്തിന് എടുത്താൽ മതി, എനിക്ക് വേണ്ട. എന്റെ ആവശ്യവും മാധവേട്ടന്റെ ആവശ്യവും ഒന്നു തന്നെയല്ലേ? എന്റെ മാധവേട്ടൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കെന്തും. വാനിലെ കനകനിലാവിലെ താരമേ തിരിയിട മണ്ണിലേ മുകിലേറുമീ മാനത്തെ കൊട്ടാരത്തിൻ ചുവരാകവേ ചായം തൂകാം ചോരാതെ. പക്ഷെ എന്റെ ഈ പാവം കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞ ഞാനത് സഹിക്കില്ല. അങ്ങനെ ആരുടെ ആട്ടും തുപ്പും കേട്ട് എന്റെ മോള് വളരണ്ട. വന്ദനെ, എല്ലാവരും കൂടി എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കണോ? ജഗൻ അറിയില്ല, ജാതകദോഷമുള്ളവളാണെന്ന് എല്ലാവരും കൂടി മുദ്രകുത്തി അതിന്റെ തീച്ചുളയിൽ ഉരുക്കി ഉരുക്കി തീർന്നവളാണ് ഞാൻ. അതെന്റെ കുഞ്ഞിനുണ്ടാവരുത്. അതിന് ഞാൻ ആരെയും അനുവദിക്കുകയില്ല. അല്ലാതെ ആരെയും തോൽപ്പിക്കാനൊന്നുമല്ല. വന്ദനമ്മേ, ജഗനങ്ങള് പാവോ വന്ദനമ്മേ. ജഗനങ്ങളിന് വരക്ക് പറയില്ലേ? ഞാൻ
പ്രശ്നം? മോളെ ഞാൻ അച്ഛനോടും അച്ഛമ്മയോടും ഒപ്പം അവിടെ നിന്നോളാം. അമ്മയ്ക്ക് കാണണമെന്ന് തോന്നുമ്പോ അങ്ങോട്ട് വന്നാൽ മതി. മോളെ ഈ വന്ദനമ്മ എല്ലാം കേട്ട് സഹിച്ചും ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയല്ലേ? മോളില്ലാത്ത വീട്ടിൽ വന്ദനാമ്മയില്ല. വന്ദനെ, ഇപ്പൊ രണ്ടാളും എങ്ങോട്ടും പോകുന്നില്ല. ഇല്ല ജഗ, നിർബന്ധിക്കരുത്. ഞാനും എന്റെ മോളും പോവാൻ തീരുമാനിച്ചു കഴിഞ്ഞു.